പെട്ടെന്ന് ആകസ്മികമായി ഉണ്ടാകുന്ന മരണത്തെയാണ് സഡൻ കാർഡിയക് ഡെത്ത് എന്ന് പറയുന്നത്. ഈ കോവിഡ് കാലത്ത് പെട്ടെന്നുള്ള മരണങ്ങളുടെ നിരക്ക് കൂടിയിട്ടുള്ളതായിട്ടാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ കാണിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക്, ഹൃദയത്തിൻ്റെ രക്തക്കുള്ളിലുണ്ടാകുന്ന ബ്ലോക്ക്, രണ്ടാമത് പറഞ്ഞ ഹൃദയത്തിന് ഇടിപ്പിനുണ്ടാകുന്ന വ്യത്യാസം, ഹൃദയമിടിപ്പ് കൂടുതൽ കുറവാകുന്ന ഒരു കണ്ടീഷൻ, മൂന്നാമത് പറഞ്ഞ മഹാധമനിലുണ്ടാകുന്ന വിള്ളൽ. ഇത് മൂന്ന് കൂടാതെ തന്നെ വേറെയും പല കാരണങ്ങൾ കൊണ്ടും ഇതുപോലെ പെട്ടെന്ന് മരണപ്പെടാനുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ട്. ഉദാഹരണത്തിന് ഹാർട്ടിൻ്റെ പേശികൾക്ക് രക്തക്കുള്ളിൻ്റെ ബ്ലോക്ക് കൂടാതെ തന്നെ പേശികൾക്കുണ്ടാകുന്ന രോഗം, അതല്ലെങ്കിൽ ഹാർട്ടിൻ്റെ വലത്തെ സൈഡിലുണ്ടാകുന്ന രക്തം കട്ടപിടിക്കൽ, നമ്മൾ പൾമണറി എംബോളിസം, അത് ശ്വാസകോശത്തിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാകുന്ന പൾമണറി എംബോളിസം എന്ന് പറയുന്ന രോഗം, അതല്ലാതെ തന്നെ ഹൃദയത്തിൻ്റെ മസിലുണ്ടാകുന്ന രോഗമായിട്ട്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു ഹൃദയ സംബന്ധമായ പെട്ടെന്നൊരു മരണപ്പെടാനുള്ള സാധ്യത ഉണ്ടാകും. സഡൻ കാർഡിയക് ഡെത്ത് എന്ന വിഷയത്തിൽ ഉണ്ടാകുന്ന വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും അധികം അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്നത് ചെസ്റ്റ് ഡിസ്കംഫർട്ട്, അല്ലെങ്കിൽ എന്തോ ഒരു വല്ലായിക ചെസ്റ്റിൽ, അതല്ലെങ്കിൽ ചില ആൾക്കാർക്ക് നെഞ്ചിടിപ്പ് അല്ലെ പടപടപ്പ് അത് കൂടുതലായിട്ടുണ്ടാവുക, പിന്നെ ഒരു ഇറഗുലറായിട്ട് ഉള്ള ഒരു താളത്തിൽ ഹൃദയം ഇടിക്കുന്ന പോലെ തോന്നുക, അതല്ലെങ്കിൽ ഒരു പെട്ടെന്ന് നമുക്ക് ഒരു കാര്യം ഇല്ലാതെ ഉണ്ടാകുന്ന ഒരു ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ഒരു വീസ് എന്നുള്ള രീതിയിൽ വരിക, പെട്ടെന്ന് ശ്വാസം നിന്നു പോകുന്ന പോലുള്ള തോന്നലുണ്ടാകുക, തലകറക്കം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് തലകറങ്ങി വീഴുന്ന പോലെ തോന്നുന്നു പക്ഷേ വീഴുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരിക, പിന്നെ ലൈറ്റ് ഹെഡഡ്നെസ്, ഡിസിനെസ്, ഇതൊക്കെയാണ് സഡൻ കാർഡിയക് ഡെത്ത് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകാനുള്ള ഒരു മുന്നോടിയായിട്ട് പോകുന്ന സിംറ്റംസ്. ചിലപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ചെറിയ ചെസ്റ്റ് ഡിസ്കംഫർട്ട് മാത്രമായിരിക്കും ഉണ്ടാകുക, മറ്റൊന്നും കാണാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ സിഗ്നിഫിക്കൻസ് കൊടുക്കേണ്ട സിംറ്റംസ് ആണ് ഇൻ എൽഡർലി ആൻഡ് ഇൻ ദോസ് വിത്ത് കാർഡിയക് ഓർ പ്രോബ്ലംസ് ഹൂ മേ ഹാവ് എ sudden cardiac death. There are three situations. These are the three situations, and let's go to each situation one by one. Let's take the first situation. If you have had a sudden cardiac arrest, then the chance of getting a next cardiac event is very high. In such situations, research tells us that an implantable cardioverter defibrillator reduces the chance of a next sudden cardiac arrest and henceforth prevents mortality. Now let's go to the second situation where you have not had a sudden cardiac arrest but you have a high risk factor like severe ischemic heart disease, or you are a survivor of a massive heart attack. In this situation, both surgical and medical management is required. Medical management in the form of drugs that reduce the load on the heart like beta blockers, ACE inhibitors, ARNIs, ARBs, blood thinners, and adequate management of cholesterol with statins and adequate management of diabetes and hypertension. Now, surgical interventions like percutaneous coronary intervention like PCI and coronary artery bypass graft surgeries like CABG may be required in some cases. A doctor may also recommend an ICD in certain situations. Now let's discuss about the third category of patients who have not had a sudden cardiac arrest, or they do not have any risk factors that lead to sudden cardiac arrest. This forms a large chunk of population, mainly the young productive population. The advice to them is that eat a healthy diet, manage your stress adequately, quit smoking, and moderation of alcohol. Sudden cardiac arrest is an emergency, and prompt response can save a life. Without prompt treatment or prompt response in a patient with sudden cardiac arrest, it leads to sudden cardiac death. If we see someone collapsing or becoming unresponsive in front of us, immediately we should start basic cardiac life support or BCLS. BCLS include CPR, that is cardiopulmonary resuscitation, which includes defibrillation with AED also. Chest compression is the most important thing in CPR, and we should give 100 to 120 compressions in a minute in the lower part of the chest. And
Sometimes the patient requires shock or defibrillation, which can be given by AED, which is automated external defibrillator. In public domains like airport, railway station, or shopping malls, these AEDs will be available there. The CPR or the chest compressions should be continued till the patient becomes responsive or till we get an advanced medical care or till the patient reaches the hospital. Sudden cardiac death in children അഥവാ പെട്ടെന്നുണ്ടാകുന്ന ഹൃദയത്തിൻ്റെ ആഘാതം കുട്ടികളിൽ വളരെ റെയറാണ്, അപൂർവമായിട്ടാണ് ചെയ്യുന്നത്. ചില കണക്കുകൾ അനുസരിച്ച് ഏകദേശം 1 ലക്ഷം കുട്ടികളിൽ ഒരു കുട്ടിക്ക് എങ്ങാനും ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏകദേശം 25% ഓഫ് സഡൻ കാർഡിയക് ഡെത്ത് ഇൻ ചിൽഡ്രൻ ഹാപ്പൻ ഡ്യൂറിങ് സ്പോർട്സ്. ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ സഡൻ ആയിട്ടും അബ്രപ്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഇഫക്റ്റ് ഭയങ്കരമാണ്. ഇറ്റ്സ് ഡെവസ്റ്റേറ്റിംഗ്. ഇതിലൊക്കെ തന്നെയും കുട്ടികൾക്ക് പാൽപിറ്റേഷൻ, നെഞ്ചിടിപ്പ്, തലചുറ്റൽ, സിങ്കോപ്പ്, തലകറങ്ങൽ ഇതൊക്കെ പലവട്ടം വന്നതിന് ശേഷമാണ് സഡൻ കാർഡിയക് ഡെത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ECG എടുത്തു കഴിഞ്ഞാൽ, സാധാരണ 12 lead ECG എടുത്തു കഴിഞ്ഞാൽ ഇത് എളുപ്പമായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. പലപ്പോഴും കുട്ടികൾക്ക് നെഞ്ചിടിപ്പോ നെഞ്ചുവേന വന്നു കഴിഞ്ഞാൽ പേരൻസ് അത് കാര്യമാക്കാറില്ല. ഈ പ്രൈമറി അരിത്മിയ, ഈ നെഞ്ചിടിപ്പ് വരുന്ന പല കാരണങ്ങൾ തന്നെ ഉണ്ടാകും. പലപ്പോഴും ഒരു അണ്ടർലൈൻ കോസ് കണ്ടുപിടിക്കാൻ വളരെ ഡിലേ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് പേരൻസിൻ്റെ അടുത്ത് പറയാനുള്ള ഇമ്പോർട്ടൻസ് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കുട്ടികൾ നെഞ്ചുവേദനയോ അല്ലെങ്കിൽ നെഞ്ചിടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സിംറ്റംസ് പറയുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുക, അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. കുട്ടികൾ ചിലപ്പോൾ ഓടിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നിരിക്കും, എന്നിട്ട് അമ്മ എനിക്കെന്തോ വയ്യാതെ പോലെ ഉണ്ട്. ആ സമയത്ത് അവർ അനങ്ങാതിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ മാറി കഴിയുമ്പോൾ അവർ ഓടി പിന്നെയും കളിക്കാൻ തുടങ്ങും. അത് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഇങ്ങനെ കുട്ടികൾ പറയുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ അവർ പറയുമ്പോൾ അവരുടെ പൾസ് പിടിച്ചു നോക്കുക, ക്രമാതീതമായി അടിക്കുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ സ്ലോ ആവുന്നുണ്ടോ എന്ന് നോക്കുക. 2, ആ ഹൃദയത്തിൻ്റെ പാറ്റേൺ ചെവി വെച്ച് നമുക്ക് നോക്കാൻ പറ്റും, ആ ഇടുപ്പിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാം. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് കുട്ടികൾ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വിശദ പരിശോധനയുടെ ആവശ്യമുണ്ട്. സിമ്പിൾ ടെസ്റ്റ് ആയിട്ട് ECGയും എക്കോയും കൊണ്ട് നമുക്ക് ഒട്ടുമുക്കാൽ ഇത്തരം അസുഖങ്ങൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയും അത് ട്രീറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. ഇത്തരമുള്ള അസുഖങ്ങൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിന് ഫലപ്രദമായ ട്രീറ്റ്മെന്റുമാണ്. Heart problems are seen more in patients with COVID infection. What happens is it unmasks the already existing cardiac problem, or it causes a new cardiac problem. This can vary from a small illness related to heart, or it can be a sudden cardiac death even. That means it is fatal. This fatal cardiac event may be due to clot in the blood vessels supplying the heart. Another problem seen in patients post-COVID is change in the heart rate. Some people develop slowing their heart rate, and some people they develop faster heart rate. One is either bradycardia or tachycardia. It also causes a generalized inflammation in the body, which can affect the heart also, leading to myocarditis, that is inflammation of heart. And this itself can cause heart attack. Thus, the post-COVID cardiac care is important. What does that mean? You have to go for a regular checkup, take an ECG, get a echo done, and if anything found abnormal like hypertension, diabetes, that requires immediate attention. Stay hydrated by drinking plenty of water, and it's very important to have both doses of COVID vaccines. രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കോവിഡ് രോഗത്തിന് ശേഷം വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് ആണ് കാണുന്നത്. കൈകളിലെയും കാലുകളിലെയും വെയിനുകളിൽ രക്തം കട്ട പിടിച്ച് ആ രക്തക്കട്ട തെറിച്ച് ശ്വാസകോശത്തിൽ വന്ന് തടയുന്ന കോംപ്ലിക്കേഷന്റെ പേരാണ് പൾമണറി എംബോളിസം. ഇത് സാധാരണയേക്കാൾ കൂടുതൽ
ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. ഇത് പെട്ടെന്നുള്ള ആകസ്മികമായ മരണങ്ങൾക്ക് കാരണമായേക്കാം. രക്തധമനികളിൽ, ശുദ്ധരക്തം ഒഴുകുന്ന രക്തധമനികളിൽ രക്തം കട്ടപിടിച്ച് ഹൃദയാഘാതം ഉണ്ടാകുന്നത് പോസ്റ്റ് കോവിഡ് രോഗികളിൽ കൂടുതലായി കാണുന്നുണ്ട്. അതുകൊണ്ട് നെഞ്ചുവേദനയോ നെഞ്ചിൽ എന്തെങ്കിലും അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ ECG എടുക്കുകയും രക്തത്തിലുള്ള ട്രോപ്പോണിൻ, ഡി ഡൈമർ മുതലായ പരിശോധനകളിലൂടെ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ച് രോഗചികിത്സ ഉറപ്പുവരുത്തേണ്ടതാണ്. കോവിഡ് പോസിറ്റീവ് അല്ലെങ്കിൽ കോവിഡ് വന്നു മാറിയ ആൾക്കാർക്ക് ഈ സഡൻ കാർഡിയാക് ഡെത്തിൻ്റെ സിംറ്റംസ് കൂടുതലും മോർ ഓഫ് റെസ്പിറേറ്ററി ലൈക്ക് ആയിരിക്കും. അതായത് പെട്ടെന്ന് ഒരു ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടാകുക, പെട്ടെന്ന് ചെസ്റ്റ് ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നു, അതൊക്കെ ആയിരിക്കും മോർ പ്രൊണൗൺസ്ഡ് റാദർ ദാൻ അതർ സിംറ്റംസ്. അതിലൊക്കെ ആയിരിക്കും കൂടുതൽ ഇത് ആയിട്ട് കാണുന്നത്. എങ്കിലും അവർക്കും സഡൻ കാർഡിയാക് ഡെത്തിൻ്റെ സിംറ്റംസ് ഓൾമോസ്റ്റ് എല്ലാം സിമിലർ തന്നെയായിരിക്കും.